പ്രിയമുള്ളവരെ, വചനജ്വാല 1635 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി 21 ശനിയാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. 50 നോമ്പിന്റെ 6ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ ജെറമിയായുടെ പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. കൊടിയ വരൾച്ച. വരൾച്ചയെ സംബന്ധിച്ച് ജെറമിയായ്ക്ക് കർത്താവിൽ നിന്ന് ലഭിച്ച അരുളപ്പാട്. യൂദ വിലപിക്കുന്നു, അവളുടെ നഗരങ്ങൾ ദുർബലമായിരിക്കുന്നു, അവളുടെ ജനം നിലത്ത് വീണ് കരയുന്നു, ജെറൂസലേമിന്റെ രോദനം ഉയരുന്നു. അവളുടെ പ്രഭുക്കന്മാർ വെള്ളത്തിന് സേവകരെ പറഞ്ഞു വിടുന്നു, അവർ കിണറ്റുകരയിലിരുന്ന് വെള്ളം കിട്ടാതെ ഒഴിഞ്ഞ പാത്രങ്ങളുമായി തിരിച്ചു പോകുന്നു. ലജ്ജയും വിസ്മയവും നിമിത്തം അവർ തങ്ങളുടെ തല മൂടുന്നു. നാട്ടിൽ മഴ പെയ്യാത്തത് കൊണ്ട് ഭൂമി വരണ്ടു, കൃഷിക്കാർ ആകുലരായി അവർ തല മൂടുന്നു. മാൻപേട പെറ്റ കുഞ്ഞിനെ പുല്ലില്ലാത്തത് കൊണ്ട് വയലിൽ ഉപേക്ഷിച്ചു പോകുന്നു. കാട്ടുകഴുതകൾ ശൂന്യമായ കുന്നുകളിൽ നിന്ന് വായുവിനായി കുറുനരിയെപ്പോലെ അണയ്ക്കുന്നു. തീറ്റയില്ലാത്തത് കൊണ്ട് അവയുടെ കാഴ്ച മങ്ങിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഞങ്ങൾക്കെതിരെ നിൽക്കുന്നു, എങ്കിലും അവിടുത്തെ നാമത്തെ പ്രതി അങ്ങ് പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ വീഴ്ചകൾ നിരവധിയാണ്, അങ്ങേക്കെതിരായി ഞങ്ങൾ പാപം ചെയ്തു. ഇസ്രായേലിന്റെ പ്രതീക്ഷയും ദുരിതത്തിൽ അവളുടെ രക്ഷകനുമായ അവിടുന്ന് എന്തുകൊണ്ടാണ് ദേശത്ത് ഒരു അപരിചിതനെ പോലെയും രാത്രിയിൽ സങ്കേതം അന്വേഷിക്കുന്ന വഴിയാത്രക്കാരനെ പോലെയും പെരുമാറുന്നത്? അങ്ങ് സംശയഗ്രസ്തനെ പോലെയും സഹായിക്കാൻ ശക്തിയില്ലാത്ത യോദ്ധാവിനെ പോലെയും ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്നാലും കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ ഉണ്ട്. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അറിയപ്പെടുന്നു. ഞങ്ങളെ വിട്ടുപോകരുതേ. ഈ ജനത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, അവർ ഇതുപോലെ അലയാനാണ് ഇഷ്ടപ്പെട്ടത്. കാലുകളെ അവർ നിയന്ത്രിച്ചില്ല, അതുകൊണ്ട് അവർ കർത്താവിനെ സ്വീകാര്യരല്ല. ഇപ്പോൾ അവിടുന്ന് അവരുടെ തിന്മകൾ ഓർക്കുകയും പാപങ്ങളെ പ്രതി അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. കർത്താവിനോട് അരുളി ചെയ്തു, ഈ ജനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കേണ്ട. അവർ ഉപവാസം അനുഷ്ഠിച്ചാലും അവരുടെ കരച്ചിൽ ഞാൻ കേൾക്കുകയില്ല. അവരുടെ ദഹനബലിയും ധാന്യബലിയും ഞാൻ സ്വീകരിക്കുകയില്ല. ഞാൻ അവരെ വാളാലും പട്ടിണിയാലും പകർച്ചവ്യാധികളാലും നശിപ്പിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, നിങ്ങൾ വാൾ കാണേണ്ടി വരികയില്ല, നിങ്ങൾക്ക് പട്ടിണി ഉണ്ടാകില്ല. ഞാൻ നിങ്ങൾക്ക് ഈ ദേശത്ത് സമാധാനം ഉറപ്പുവരുത്തും എന്നാണല്ലോ പ്രവാചകന്മാർ അവരോട് പറയുന്നത്. കർത്താവിനോട് അരുളി ചെയ്തു, പ്രവാചകന്മാർ എന്റെ നാമത്തിൽ വ്യാജ പ്രവചനം നടത്തുന്നു. അവരെ ഞാൻ അയക്കുകയോ ജനത്തോട് സംസാരിക്കാൻ അവരോട് കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അവർ വ്യാജ ദർശനവും പൊള്ളയായ പ്രവചനങ്ങളും സ്വന്തം സ്വപ്നങ്ങളുമാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് എൻ്റെ നാമത്തിൽ പ്രവചിക്കുന്ന പ്രവാചകന്മാരെ പറ്റി കർത്താവായ ഞാൻ പറയുന്നു, ഞാൻ അവരെ അയച്ചതല്ല. എന്നിട്ടും അവർ ഈ ദേശത്ത് വാളും പട്ടിണിയും വരികയില്ല എന്ന് പ്രവചിക്കുന്നു. വാളും പട്ടിണിയും അവരെ നശിപ്പിക്കും. അവരുടെ പ്രവചനം കേട്ട ജനം പട്ടിണിക്കും വാളിനും ഇരയായി ജെറൂസലം തെരുവുകളിൽ വലിച്ചെറിയപ്പെടും. അവരോ അവരുടെ ഭാര്യമാരെയോ പുത്രന്മാരെയോ പുത്രിമാരെയോ സംസ്കരിക്കാൻ ആരും കാണുകയില്ല. അവരുടെ ദുഷ്കർമ്മങ്ങൾ അവരുടെ മേൽ തന്നെ ഞാൻ ചൊരിയും. നീ അവരോട് പറയണം,
എൻ്റെ കണ്ണുകളിൽ നിന്ന് രാപ്പകൽ കണ്ണീരൊഴുകട്ടെ, കണ്ണീർ പ്രവാഹം നിലയ്ക്കാതിരിക്കട്ടെ. എന്തെന്നാൽ എൻ്റെ ജനത്തിനെ മാരകമായി മുറിവേറ്റിരിക്കുന്നു. അവർ കഠിനമായി മർദ്ദനത്തിനിരയായി. നാട്ടിൻപുറത്ത് ചെന്നാൽ അവിടെ വാളാൽ വെട്ടി വീഴ്ത്തപ്പെട്ടവർ, നഗരത്തിൽ പ്രവേശിച്ചാൽ അവിടെ പട്ടിണി കൊണ്ട് രോഗം ബാധിച്ചവർ. പ്രവാചകനും പുരോഹിതനും നാടുനീളെ അലയുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല. അവിടുന്ന് യൂദായെ നിശേഷം പരിത്യജിച്ചുവോ? ഉള്ളുകൊണ്ട് സിയോനെ വെറുക്കുന്നുവോ? സുഖം പ്രാപിക്കാനാവാത്ത വിധം എന്തിനാണ് ഞങ്ങളെ അങ്ങ് പ്രഹരിച്ചത്? ഞങ്ങൾ സമാധാനം അന്വേഷിച്ചു, ഫലമുണ്ടായില്ല. രോഗശാന്തിക്ക് വേണ്ടി കാത്തിരുന്നു, എന്നാൽ പരിഭ്രാന്തി മാത്രം. കർത്താവേ, ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരുടെ തെറ്റുകളും ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങേക്കെതിരെ ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ നിരാകരിക്കരുതേ. അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തെ അപമാനിക്കരുതേ. ഞങ്ങളുമായി അങ്ങയുടെ ഉടമ്പടി അനുസ്മരിക്കണമേ, അത് ലംഘിക്കരുതേ. ജനതകളുടെ ദേവന്മാർക്കിടയിൽ മഴ പെയ്യ്ക്കാൻ ശക്തിയുള്ള ആരെങ്കിലും ഉണ്ടോ? ആകാശത്തിന്റെ മാരി വർഷിക്കാൻ കഴിയുമോ? ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അത് ചെയ്യുന്നവൻ അങ്ങ് മാത്രമാണല്ലോ. അങ്ങിൽ പ്രത്യാശ വയ്ക്കുന്നു. ഇവയെല്ലാം പ്രവർത്തിക്കുന്നവൻ അവിടുന്നാണ്. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം കേട്ടത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനും വേദപാരംഗതനുമായ വിശുദ്ധ പീറ്റർ ഡാമിയാനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. റവന്നെ നഗരത്തിൽ കുലീനമെങ്കിലും ദരിദ്രമായ ഒരു വലിയ കുടുംബത്തിലെ ഇളയപുത്രനായിട്ടാണ് പീറ്റർ ജനിച്ചത്. ഒരു കുട്ടിയെയും കൂടി വളർത്താനുള്ള ഭാരമോർത്ത് അമർഷം പ്രകടിപ്പിച്ച മൂത്ത മകന്റെ ക്രൂര സംതൃപ്തിക്ക് വേണ്ടി അമ്മ ശിശുവിനെ മുലപ്പാൽ പോലും നൽകിയില്ല. പട്ടിണി കിടന്ന് മരിക്കാറായ ശിശുവിനെ അയൽവാസി ഭക്ഷണം കൊടുത്തു. ബാല്യകാലത്തു തന്നെ പീറ്ററിന്റെ മാതാപിതാക്കന്മാർ മരിച്ചു. ഒരു ജ്യേഷ്ഠ സഹോദരൻ അവനെ പന്നി നോട്ടക്കാരനായി നിയോഗിച്ചുവെങ്കിലും ആവശ്യമായ ഭക്ഷണം കൊടുത്തിരുന്നില്ല. കഷ്ടപ്പെടുന്ന പീറ്ററിന്റെ ഭക്തിയും സാമർത്ഥ്യവും മനസ്സിലാക്കിയ അവന്റെ വൈദിക സഹോദരൻ ഡാമിയനെ തന്റെ കൂടെ താമസിപ്പിച്ചു, വിദ്യാഭ്യാസം നൽകി. പാർമ സർവകലാശാലയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി 25-ാം വയസ്സിൽ അവിടെ തന്നെ അധ്യാപകനായി ജോലി ആരംഭിച്ചു. സർവകലാശാലയിലെ ലൗകായിത്വം യുവാവിന് ഇഷ്ടപ്പെട്ടില്ല. 28-ാം വയസ്സിൽ ഫോന്തേ അവല്ലാനോ ആശ്രമത്തിൽ ചേർന്ന് സന്യാസം ആശ്ലേഷിച്ചു. നവസന്യാസിയായിരിക്കുമ്പോഴും അതിനുശേഷവും അതിരുകടന്ന പ്രായശ്ചിത്തം ചെയ്തു കാണിച്ചു. അദ്ദേഹം ക്ഷീണിച്ചു. വേദശാസ്ത്ര പണ്ഡിതനായ അദ്ദേഹം അവിടെ സഹോദര സന്യാസികളെ പഠിപ്പിക്കാൻ തുടങ്ങി. വിശുദ്ധ റൊമുവോൾഡിന്റെ ജീവിത ചരിത്രം അദ്ദേഹം രചിച്ചു. 1043 പീറ്റർ ഫോന്തേ അവല്ലാനോ ആശ്രമത്തിൽ പ്രിയോരായി. മരണം വരെ ആ സ്ഥാനം അലങ്കരിച്ചു. വൈദികരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം എഴുതിയ ഗൊമാറോ ഗ്രന്ഥം വളരെ ഗൗരവമുള്ളതാണ്. 1057 പീറ്ററിനെ ഓസ്ട്രിയയിലെ മെത്രാനാക്കുകയും കർദിനാളാക്കുകയും ചെയ്തു. കർദിനാൾ സ്ഥാനം വേണ്ടെന്ന് അദ്ദേഹം ശഠിച്ചുവെങ്കിലും അവസാനം മാർപ്പാപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങി. പല കേസുകളും തർക്കങ്ങളും മധ്യസ്ഥത്തിലൂടെ പരിഹരിക്കാൻ മാർപ്പാപ്പ കർദിനാൾ ഡാമിയനെ നിയോഗിച്ചിട്ടുണ്ട്. കരുണാമസൃനായ അദ്ദേഹത്തിന്റെ നയം സദാ വിജയം വരിച്ചിരുന്നു. 1072 ഫെബ്രുവരി 21-ാം തീയതി പീറ്റർ ഡാമിയൻ നിര്യാതനായി. 1828 12-ാം ലയോ മാർപ്പാപ്പ അദ്ദേഹത്തെ വേദപാരംഗതനെന്ന് നാമകരണം ചെയ്തു. സ്നേഹമുള്ളവരെ,
മെത്രാനും വേദപാരംഗതനുമായ വിശുദ്ധ പീറ്റർ ഡാമിയന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.